ഹായ് ഹലോ. ഇന്ന് നെയ്ച്ചോറിൻ്റെ അരിയും ബീഫും വെച്ചിട്ട് അടിപൊളി പലഹാരം ഉണ്ടാക്കിയാലോ. അപ്പം വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് 1 കപ്പ് നെയ്ച്ചോറിൻ്റെ അരിയാണ് കുതിർത്ത് വെച്ചായിരുന്നു 4 മണിക്കൂർ. അത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 3-4 ചെറിയുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ 2 പിടി ചിരവിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അത് ഇട്ടതിന് ശേഷം 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് 1/2 കപ്പ് വെള്ളവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിപ്പം നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ബീഫ് വേവിച്ച് വെച്ചായിരുന്നു, അത് മിക്സിയിൽ എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി സവോള ചെറുതായി കൊത്തി അരിഞ്ഞ് വെച്ചതും കൂടെ ചേർത്ത് വഴറ്റി കൊടുക്കാം. വഴന്ന് വരാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തായിരുന്നു. പിന്നെ സവോള കുറച്ചൊന്ന് വഴന്ന് വന്നതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇവ 1 ടീസ്പൂൺ വെച്ചാണ് ചേർത്തത്. പിന്നെ അല്പം ഗരം മസാല, മീറ്റ് മസാല ഇവയൊക്കെ ചേർത്ത് അതിലേക്ക് മിക്സിയിൽ അടിച്ച് വെച്ച ബീഫും കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ്. ബീഫ് മുളക് പൊടിയും ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് വേവിച്ചതാണ്. അതുകൊണ്ട് കുറച്ച് മാത്രമേ മസാലപ്പൊടികൾ ഈ ഫില്ലിങ്സിൽ ചേർത്തിട്ടുള്ളേ. ഇത് നന്നായിട്ട് അതൊരു വറന്നൊരു ബ്രൗൺ കളർ പോലെ ആകുമ്പോഴത്തേന് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതുപോലത്തെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്, കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് നെയ്യ് ബ്രഷ് ചെയ്തതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച മാവ് അല്പം ഒഴിച്ചു കൊടുത്ത് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. അതിന് ശേഷം നമ്മൾ തയ്യാറാക്കിയ ബീഫിൻ്റെ ഫില്ലിങ്സ് അതിൻ്റെ മുകളിലായിട്ട് നിരത്തി കൊടുക്കാം. ഇനി അതിന് മുകളിലായിട്ട് പകുതി മാവും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പകുതി കുറച്ചേ ചേർക്കുന്നുള്ളേ. അങ്ങനെ മാവ് ഒഴിച്ചതിന് ശേഷം അത് അടച്ചു വെച്ച് വേവിക്കാം. ഇനിയിപ്പോൾ ഒരു 5 മിനിറ്റ് കൂടെ ആയപ്പോഴത്തേന് ബാക്കിയുള്ള ബീഫിൻ്റെ ഫില്ലിങ്സും കൂടെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഫുള്ളായിട്ട് നിരത്തി കൊടുത്തതിന് ശേഷം ബാക്കി ഫുൾ മാവും ഒഴിച്ചു കൊടുക്കാം. ഇനി ബാക്കി വന്ന ബീഫിൻ്റെ ഫില്ലിങ്സ് അതിന് മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ ഇട്ട് കൊടുക്കുകയാണ്. ഫുൾ നിരത്തി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇതാ ഒരു 30 മിനിറ്റെല്ലാം ആയപ്പോഴത്തേന് നമ്മുടെ പലഹാരം റെഡിയായി വന്നിട്ടുണ്ട്. ഇതാ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് അല്പം കാശ്മീരി മുളക് പൊടിയും കൂടെ ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തായിരുന്നേ. ഇത് അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കട്ട് ചെയ്യാം. ഇത് കണ്ടില്ലേ, അതിൻ്റെ ബീഫൊക്കെ പുറത്ത് മസാലയൊക്കെ ആയിട്ട് നല്ല അടിപൊളിയാണ്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.